ഹായ് ഓൾ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പം ഫോർഗിവ്നെസ് ഇല്ലേ, പലപ്പോഴും പല ക്ലാസ്സുകളിലൂടെയും പല ടോപ്പിക്കിലൂടെയും നമ്മൾ പല തവണ കടന്നു പോയതാണ് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ മാപ്പ് കൊടുക്കുക, വിട്ടുകൊടുക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവരോടും, നിങ്ങൾ ഉപദ്രവിച്ചവരോടും ഒറ്റ വാക്കിൽ നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുക എന്ന് പറയാണ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്തെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫോർഗിവ്നെസ് പറയുന്ന സമയത്ത് ഒറ്റ വാക്കിൽ അങ്ങോട്ട് കഴിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഒറ്റ വാക്കിൽ അങ്ങ് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഫോർഗിവ്നെസ്. അതേസമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും നന്ദി, ഒറ്റ വാക്കിൽ കഴിയൂലേ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അത് ഒറ്റ വാക്കിൽ തീർത്ത് ദാറ്റ്സ് ഓക്കെ. ഫോർഗിവ്നെസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ പിന്നെ വിട്ടുകൊടുക്കുന്ന അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ എന്നോട് ഇത് ചെയ്തു, അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാനുണ്ടാവും. പക്ഷേ മെഡിറ്റേഷനിൽ എപ്പോഴും ഒറ്റ വാക്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഉള്ളതിനെ നന്മയെ കൂടുതലായിട്ട് പറയാൻ മടി കാണിക്കുന്നവരാണ്. മടി എന്ന് പറയുന്നത് ഇവിടെയാണ്. മടിയല്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതിനൊരു പ്രസക്തി കൊടുക്കാതെ, അതിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ജോയ് ആയിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷനൊക്കെ ആയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഇതിലെല്ലാം അലൈൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം, ജോയ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇൻസൈഡാണ് ജോയും ഹാപ്പിനെസ്സും വരുന്നത്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് സന്തോഷവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യണം. പുറമെ എത്ര വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉള്ളിൽ ഭയങ്കര പുകയാണെങ്കിൽ കാര്യമില്ല. പുറത്തും ഇന്നർ സൈഡ് ആവുമ്പോൾ ഔട്ടർ സൈഡിലേക്ക് നമ്മൾ മുഖത്തു കൂടെ നമുക്കത് പ്രസരിപ്പ് വരാൻ തുടങ്ങും ഇല്ലേ. ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും. പ്രകാശം മീൻസ് ആ ഒരു പ്രസരിപ്പ്, ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ ആ പ്രസരിപ്പ് അവരുടെ ഫേസിൽ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു പ്രസരിപ്പിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇന്നർ സൈഡ് നിങ്ങളെ ഗ്രൂം ചെയ്യേണ്ടതുണ്ട്. ഇന്നർ സൈഡ് ഗ്രൂം ചെയ്യണമെങ്കിൽ ഇതുപോലെ കയറി കൂടിയിട്ടുള്ള, വിട്ടുകൊടുക്കാൻ പറ്റാത്ത, പുറത്തു കൊടുക്കാൻ പറ്റാത്ത, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ എന്ത് പറയണം? ലെറ്റ് ഗോ പറയണം. ഇവിടെയാണ് ഫോർഗിവ്നെസ്സിൻ്റെ കറക്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം പേപ്പർ എഴുതി കത്തിച്ചുകൊണ്ട് മാറില്ല, കണ്ടിന്യൂസ് ചെയ്തേണ്ടി വരും. ചിലപ്പോൾ 10 ദിവസം ചെയ്ത് എന്നാലും തീരുന്നുണ്ടാവില്ല. നിങ്ങളോട് ചെയ്തോട്ടെ. നിങ്ങളിപ്പം 10-30 വയസ്സായിട്ടുണ്ടെങ്കിൽ ആ 10-30 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള, ഇപ്പം അനിൽകുമാർ പറഞ്ഞു എനിക്ക് 72 വയസ്സായിരുന്നു. 72 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിട്ടുള്ള കുറേ നെഗറ്റീവ്സ് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ഡംപ് ചെയ്ത് ഇങ്ങനെ കിടന്ന് പല വേർഷനായിട്ട് നമ്മളെ ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുകൊടുത്ത് പുറത്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആവും, നമ്മൾ പീസ്ഫുൾ ആവും, നമ്മൾ ഹെൽത്തി ആവും, നമ്മൾ കൂടുതൽ സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടാൻ തുടങ്ങും. എന്തിനാണ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ എക്സാമ്പിൾ എപ്പോഴും പറയുന്ന 5 കിലോ പഞ്ചസാര തലയിൽ വെച്ച് നിങ്ങൾ ബാത്റൂമിൽ പോവോ? ഉറങ്ങുമ്പം പോവോ? നിങ്ങൾ അതും പിടിച്ച് ഇങ്ങനെ നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇതുപോലെയാണ് ഒരാളോടുള്ള ദേഷ്യം, വാശി, പക അല്ലെങ്കിൽ വെറുപ്പൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരു ഉപകാരവും കിട്ടുന്നില്ല. ഈ വെയിറ്റ് ഇങ്ങനെ താങ്ങി നിങ്ങളുടെ ശരീരത്തിന് 5 കിലോ പഞ്ചസാര വർഷങ്ങളോളം നിങ്ങളെ തലയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആ വെയിറ്റ് താങ്ങിയിട്ട് നിങ്ങളെ ശരീരത്തിന് പെയിനും സ്ട്രെസ്സും പിന്നെ നാണക്കേടും മാനവും ഒക്കെ സംഭവിക്കാന്നല്ലാതെ ഒരു ഉപകാരവും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? ഈ രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ ഈ ആ ഒരു ബോധ്യതലം നിങ്ങളിൽ വർക്ക് ചെയ്തിട്ട് അതിന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്തുകൊണ്ട് നാളെ നിങ്ങൾ ഒരാൾ വന്ന് ഇടിച്ചിട്ട് ഇവന് എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ കുറേ നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യം പിടിക്കും അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ നല്ല പോസിറ്റീവാണ്, ദേഷ്യമൊന്നും പിടിക്കരുത്,
ഞാനാണെങ്കിൽ പോലും ചിന്തിക്കല് നമ്മൾ ഇന്ന് ദേഷ്യമൊന്നും പിടിക്കരുത്, പിന്നെ കാരണം അത് നെഗറ്റീവ് എനർജി ആണെന്നൊക്കെ ചിന്തിക്കലുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതിന് നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല. വരുന്ന സമയത്ത് അത് വന്നുകൊള്ളട്ടെ. പക്ഷെ നിങ്ങൾ ഒരാളുടെയും മുഖത്തേക്ക് അല്ലെങ്കിൽ ഒരാളെ ഫേസിലേക്ക് അത് വരാതെ നിങ്ങൾ റൂമിൽ പോയിരുന്നിട്ട് ദേഷ്യം തീർക്കുക. തലേണയോടോ ബക്കറ്റോടോ മൈ ബോസിലുള്ള ഫിലിമിൽ പോലെ ബക്കറ്റിനോടോ ബാത്റൂമിൽ പോയിട്ടൊക്കെ തീർക്കുക ദേഷ്യത്തിന്. ഞാൻ നല്ലോണം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് ആക്ട് ചെയ്യും. ഇറ്റ്സ് ഓക്കെ, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പ്രതികരിച്ചു പോകും. കാരണം ഉള്ളിൽ ഇനിയും എന്താണ് ലെറ്റ് ഗോ പറയാൻ കഴിയാത്ത കുറേ ഇമോഷൻസ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. ആ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നു. നമുക്കൊരു തോന്നൽ വരും, ഓ ഇപ്പം ഞാൻ ദേഷ്യം പിടിച്ചില്ലേ, അപ്പോൾ എന്തോ ഒന്ന് ഇതിൻ്റെ ബാക്കിൽ എനിക്ക് അവിടെ കിടക്കുന്നുണ്ട്, എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മനഃപൂർവ്വം അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ ഒരു ഇതിനെ എടുത്തിട്ട് ഫോർഗീവ് ചെയ്യുക. നമ്മൾ ലെവൽ 1 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അവയർനെസ് വരും, നിങ്ങളൊരു അലൈൻമെൻറ്റിലെത്തും. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഉള്ളിൻ്റെ. കഴിഞ്ഞ ദിവസം പേടി കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പാരൻസിൽ നിന്നും കിട്ടിയത് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണെന്ന് പറയും. അപ്പം അതിനെ നിങ്ങൾ ലെവൽ 2 വരുമ്പോഴേ ഫുള്ളി ഹീലാവുള്ളൂ. നമ്മളെ ബാഹ്യ തലമൊക്കെ സെറ്റ് ചെയ്ത് അലൈൻമെൻറ്റിലാവും. അങ്ങനെ അലൈൻമെൻറ്റിലായി ഇങ്ങനെ പോകുമ്പോഴാണ് അടിയിലുള്ളത് ഇങ്ങനെ, മുകളിലുള്ളതൊക്കെ ഓപ്പണായി നല്ല വിസ്താരമായല്ലോ. അപ്പോൾ അടിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അതിനെയും ഹീൽ ചെയ്ത് ഇൻ ഡെപ്തിലേക്ക് പോയിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റായി. പിന്നെ നിങ്ങൾക്ക് ഫുൾ മാനിഫെസ്റ്റേഷൻസ് ആണ്, എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. മുമ്പിൽ വരുന്നത് സംഭവിക്കുന്നത് വരെ നേരിൽ കാണാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷണൽ പവർ നിങ്ങളത് കൂടും. അതാണ് ലെവൽ 1 മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ, ലെവൽ 2ലേക്ക് നിങ്ങൾ പോകണമെന്ന് പറയുന്നതിൻ്റെ കാരണം. എങ്കിൽ മാത്രമേ ആ പ്യുവർ ട്രാൻസ്ഫോർമേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഫോർഗിവ്നെസ്സിന് ഇത്രയും പ്രസക്തി ഉണ്ട് എന്നുള്ളതിന് കാരണം. ഫോർഗിവ്നെസ് കൂടുതൽ ഡീപ്പായിട്ട് വരുന്നത് ലെവൽ 2ലാണ്. ലെവൽ 2ൽ ഓരോന്ന് എടുത്തെടുത്ത് ഒരു വാക്ക് വരെ എടുത്തെടുത്ത് ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റാളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, കണ്ട കാഴ്ചകൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഓരോ ഇമോഷൻസ് ആവാം, പല തരത്തിലുള്ളതാവാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ കുടുക്കിക്കെടുത്തുന്ന, നിങ്ങളെ ഗോളിലേക്ക് എത്താൻ നിങ്ങളെ തടസ്സമായിട്ട് നിൽക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനോട് നിങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ അൺകണ്ടീഷണലി തിരിച്ചൊന്നും ചോദിക്കാതെ, നിങ്ങൾ ഒരാൾ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ അവസരം കിട്ടട്ടെ, ഞാൻ കൊടുക്കാം എന്നുള്ള പ്രതികാരം, അതെന്തിനാണ്? അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് എന്ന് നിങ്ങളെ തന്നെ ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു എന്ന് അയാൾക്കും കൂടി കൊടുക്കണം. നിങ്ങളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ അദ്ദേഹത്തിനെയും സ്നേഹിക്കാനും അംഗീകരിക്കാനും നിങ്ങൾക്ക് കഴിയണം. അൺകണ്ടീഷണലി, ഒരു ബാധ്യവുമില്ലാതെ, ഒന്നും തിരിച്ചു ചോദിക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ്, ഒരു ബാധ്യവുമില്ലാതെ നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് നിങ്ങളെ ലൈഫിലേക്ക് ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ബ്യൂട്ടിഫുള്ളും ആ ഒരു ജോയ്, സമാധാനമൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇതിപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട്, മാമാൻ്റെ മോനോട് ചെയ്തത്, മാമീൻ്റെ മോന് ചെയ്തത്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭർത്താവ് ചെയ്തത് മക്കളോട് തീർത്തത്, അതിൻ്റെ ഗിൽറ്റ്. ഭർത്താവ് നമ്മളോട് ചെയ്യുന്നതിന് മക്കളോട് നമ്മൾ ചെയ്യുന്നത് ഗിൽറ്റ്. അപ്പോൾ ഒരു ഇമോഷനും കൂടെ അവിടെ കൂടി. ഫോർഗിവ്നെസ്സിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്നും കൂടി ഒരു ഗിൽറ്റ്. പിന്നെ ആളുകളുടെ ഇടയിൽ പോകുമ്പോൾ ഒരു ഷെയിം വരും. ലോ എനർജിയാണ് ഗിൽറ്റ്, ഷെയിം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ലോ എനർജിയാണ്. ലോ എനർജിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം തിന്ന് കുടിക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു ഷെൽട്ടർ, ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ ജീവിച്ചു പോയാൽ മതി. അവൻ്റെ ഗോളിലേക്ക്, അവൻ്റെ ലക്ഷ്യങ്ങളിലേക്ക്, പുതിയ ഐഡിയകളിലേക്ക്, പുതിയ എനർജി ഷിഫ്റ്റിലേക്ക്, കൂടുതൽ മണി അബൻഡൻസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഈ ഇമോഷനിൽ നിന്നെല്ലാം നിങ്ങൾ മറികടക്കണം. ഈ ഇമോഷനിൽ നിന്നെല്ലാം നിങ്ങൾ മാറിപ്പോകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് വരുള്ളൂ. ഈ ഇമോഷൻസ് ഒക്കെ പോകണമെങ്കിൽ നിരുപാധികം നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം, പുറത്തു കൊടുക്കണം.
ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് ഡെയിലി എഴുതി 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 എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതൊക്കെ എഴുതിയിട്ട് കത്തിക്കാം. പേപ്പർ ബേണിംഗ് ടെക്നിക്. എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ തിരിച്ചു വായിച്ച് നോക്കരുത്, ഫുൾ എഴുതുക, കത്തിക്കുക. ഇതൊരു ഒരു 5, 6, 7 പ്രാവശ്യം എത്തുമ്പോൾ ഒരു 2, 3, 4 പേജൊക്കെ എഴുതിയാൽ അര പേജും ഒരു വരിയൊക്കെ ആവും. ഒന്നും എഴുതാനില്ലാത്ത അവസ്ഥ വരെ നിങ്ങൾ എഴുതണം. ശരിക്കും ഇതങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ എഴുതി എഴുതി കത്തിക്കണം. ഇത് നിങ്ങൾ ഫോർഗീവ്നെസ്സിന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തടസ്സമായിട്ട് കിടക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സിനെയും മറികടക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇതൊരു പവർഫുൾ ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആക്ടിവിറ്റിയാണ്. നിങ്ങളെ ഗ്രോത്ത് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. രണ്ടാമത്, ഫോർഗിവ്നെസ് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നൽകാം. സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് മെഡിറ്റേഷനിൽ എത്തുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് അതിനെ കറക്ഷൻ വരുത്താം. ഇതൊന്നും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്നും ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സംഭവമാണ് മടി. നേരത്തെ നാസർ പറഞ്ഞു മടിയാണെന്ന്. ഇപ്പം നാസറിന് ബിസിനസ് ചെയ്യാൻ മടിയാണെങ്കിൽ, അല്ലെ സെയിൽ പോകാൻ, ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മടിയാണെങ്കിൽ, അല്ലെ രാവിലെ എഴുന്നേക്കാനുള്ള ഒരു മടിയാണെങ്കിൽ, ഇത് ചെയ്യാനുള്ളതും വേറൊരു തരത്തിലുള്ള മടിയാണ്. കാരണം ആ കംഫർട്ട് സോണിനെ ഒന്നും നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഞാനിപ്പോൾ ഒരു സുഖകരമായ അവസ്ഥയിലാണ് യാത്ര ചെയ്യുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം സന്തോഷവും സമാധാനത്തോടെയും കൂടാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പം എനിക്ക് വൈകി എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് ഉറങ്ങാം. ഇത് എൻ്റെ ഉറക്കം മുടക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ മെഡിറ്റേഷൻ ഞാൻ എഴുന്നേറ്റിട്ട് ചെയ്തോളാം. ഇപ്പം ഞാനൊന്ന് ഉറങ്ങട്ടെ. 5:30 എഴുന്നേക്കാൻ മടി വരും. ഞാൻ മെഡിറ്റേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തു കൊള്ളാം, റെക്കോർഡ് ഉണ്ടല്ലോ മാമിൻ്റെ, ഞാൻ ചെയ്തു കൊള്ളാം, ഇപ്പോൾ ഞാനൊന്ന് ഉറങ്ങട്ടെ. പക്ഷെ ആ രാവിലെ 5:30 എഴുന്നേൽക്കുന്ന ആ പവർ എന്ത് കിട്ടൂല, പിന്നീട് എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് കിട്ടൂല. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആവും എഴുന്നേക്കാൻ. ചാടി എഴുന്നേറ്റ് ഇപ്പോൾ ലേറ്റ് ആയി, എനിക്ക് ഓഫീസിൽ പോകണം, ഇന്ന വർക്ക് ചെയ്തെടുക്കാണ്ട്, അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട്, ആകെ വെപ്രാളമായി ചെയ്ത് തീർക്കാനുള്ള വർക്കുകളൊക്കെ മനസ്സിലേക്ക് വന്നു. ഓൾറെഡി ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുമ്പം തന്നെ ഞാനിന്ന് ലേറ്റായി, എന്തൊരു കഷ്ടം, എന്നെ ആരും വിളിച്ചില്ല, എനിക്ക് ഓഫീസിൽ ഇത് ഓർത്തിട്ട ഇതും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്, ചാടിപ്പടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അപ്പം തന്നെ ഫസ്റ്റ് ഇൻഫോർമേഷൻ എന്താണ്? നിങ്ങളുടെ മൈൻഡിന് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻഫോർമേഷൻ ചെയ്തില്ല, ആയില്ല എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് അഫോർമേഷനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എനർജീനെ ലോസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മൾ കുറച്ച് നേരത്തെ തലേന്നേ പ്ലാൻ ചെയ്തിട്ട് എൻ്റെ നാളത്തെ ആക്ടിവിറ്റി ഇന്നതൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ടൈമിൽ ഓൺ ടൈമിൽ നിങ്ങൾ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അന്ന് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകും. കാരണം ഓൾറെഡി സെറ്റ് ചെയ്തു. രാവിലെ 1/2 മണിക്കൂർ ഞാൻ പറഞ്ഞു. എന്ത് തന്നെയാലും നിങ്ങൾ എഴുന്നേറ്റിട്ടുള്ള 1/2 മണിക്കൂർ ഭയങ്കര പോസിറ്റീവാണ്. നിങ്ങൾ എഴുന്നേറ്റിട്ടുള്ള 1/2 മണിക്കൂർ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള സമയമാണ്. ആ സമയം നിങ്ങളെ മൈൻഡിനെ ഗ്രൂം ചെയ്യാനുള്ള ഒരു ടൈമാണ്. രാത്രി കിടക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേയും രാവിലെ എഴുന്നേറ്റിട്ട് 1/2 മണിക്കൂർ മുമ്പേയും നിങ്ങളുടെ മൈൻഡിനെ ഗ്രൂം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ടൈമാണ്. ആ ടൈമിനെ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം. ആ ടൈമിനെ നിങ്ങൾ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ അന്നത്തത് മൊത്തം നിങ്ങൾ ലേറ്റായി എന്നുള്ള നെഗറ്റീവ് അഫോർമേഷൻസിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മാം എഴുന്നേക്കണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും പറ്റാത്തത് കൊണ്ടാണ്. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് നന്നായിട്ട് ആഗ്രഹമുണ്ട്, അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിൽ നിന്നെ വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനും തയ്യാറല്ല എന്നുള്ളതാണ്. നിങ്ങൾ തയ്യാറല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ബോഡി തയ്യാറല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കുഞ്ഞ് ബേബി ഉണ്ട്, അവന് ഇഷ്ടം എന്താണ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നതാണ് അവൻ്റെ സന്തോഷം. ആ കുഞ്ഞിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ആ കുഞ്ഞിനെ നിങ്ങൾ സന്തോഷിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ആദ്യത്തെ 1, 2, 3, 4, 5 ദിവസമൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. മനഃപൂർവം നിങ്ങൾ എഴുതി വെച്ചത് പ്രാക്ടിക്കലി നിങ്ങളെ ശരീരത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുക.
ഏറ്റവും വലിയ യുദ്ധം നിങ്ങൾ ശരീരത്തോട് ചെയ്യുന്ന യുദ്ധമാണ്. ഞാൻ ഇത് എന്തായാലും നിർബന്ധമായിട്ടും ഇന്നത്തെ ഡേ ചെയ്ത് തീർക്കും. ഞാൻ 5 മണിക്ക് നിർബന്ധമായിട്ടും നാളെ മുതൽ എഴുന്നേൽക്കും. ഇന്ന് മുതൽ ഞാൻ നാളെ മുതൽ എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ നാളെ എന്താ മനസ്സ് പറയാ, ഞാൻ നാളെ മുതൽ എഴുന്നേൽക്കും. ഇവിടെയാണ് പ്രോക്രാസ്റ്റിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ നാളെ ചെയ്യും. കാരണം മൈൻഡിന് ഓൾറെഡി നമ്മൾ കൊടുത്ത അഫോർമേഷൻ എന്താ, നാളെ മുതൽ ചെയ്യും. നാളെ ആവുമ്പോൾ നാളെ മുതൽ ചെയ്യും. മൈൻഡ് പറയും നാളെ മുതൽ, നാളെ നാളെ നാളെ. മൈൻഡിന് എപ്പോഴും നാളെ ചെയ്യേണ്ട കാര്യമാണെങ്കിലും നിങ്ങൾ തിരുത്തിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളെ മൈൻഡ് ഒന്നും അറിയാത്തൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ മൈൻഡിന് കൊടുക്കണം, ഞാൻ ഇന്നു മുതൽ ചെയ്യും, ഞാൻ ഇന്നു മുതൽ ഇത് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, ഇതിനു വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സും ഞാൻ എടുക്കാൻ തുടങ്ങും. സ്റ്റാർട്ട് നൗ, ഞാൻ ചെയ്തു തുടങ്ങി. ഇത് എഴുതി വെച്ചിട്ട് അതുപോലെ ടിക്കിട്ട് ചെയ്യുക. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ചെയ്യാൻ. പതിയെ നിങ്ങൾ അതുമായിട്ട് സെറ്റായി വരും. ഇപ്പൊ രാവിലെ എന്നും മെഡിറ്റേഷന് കയറാൻ ആദ്യമൊക്കെ ഭയങ്കര ചലഞ്ച് അല്ലായിരുന്നോ? ഇപ്പൊ 5:30 കയറി സെറ്റായില്ലേ? ഏകദേശം നിങ്ങൾ സെറ്റായില്ലേ? അതുപോലെ നമ്മളും ഏതൊരു കാര്യവുമായിട്ട് സെറ്റാവും, അലൈൻഡ് ആകും. അതിന് നമ്മൾ മനഃപൂർവ്വം ധൈര്യപൂർവ്വം നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. ഇവിടെയാണ് നമ്മൾ ആക്ഷൻ എന്നതിൻ്റെ പ്രസക്തി ഇവിടെ വരുന്നത്. ആ ഒരു പ്രയോഗത്തിൻ്റെ പ്രസക്തി വരുന്നത് എവിടെയാണ്? ആക്ഷൻ ഇവിടെയാണ്. ഇങ്ങനെയുള്ള ആക്ഷൻസ് എടുത്താലും മതി, നിങ്ങളുടെ ലൈഫ് സക്സസ് ആവും. മോർണിംഗ് എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡേ പോസിറ്റീവ് ആയാൽ തന്നെ ഒരു സക്സസ് തന്നെയല്ലേ? 1 കോടി പിന്നെ ട്രിവാൻഡ്രത്തുണ്ട്. നാളെ രാവിലെ 3 മണിൻ്റെ ഒക്കെ എഴുന്നേറ്റ് 4 മണിൻ്റെ ട്രെയിനിന് പോയിട്ട് നീ അത് എടുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തു കൊണ്ടുവരുമോ? ആരാണെങ്കിലും പോയി എടുത്തു കൊണ്ടുവരില്ലേ? ഇതുപോലെ ഡെയിലി നിങ്ങൾക്ക് ഓരോ അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകുന്നുണ്ട്. പക്ഷെ അത് ട്രെയിൻ കയറി എടുത്തു പോവാൻ നിങ്ങൾ മടി കാണിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളിലേക്ക് തരുന്ന അബൻഡൻസ് വാങ്ങാൻ നിങ്ങൾ മടി കാണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ക്രിയേറ്റർ നിങ്ങൾക്ക് അബൻഡൻസ് അപ്പുറം എടുത്തു വെച്ചിട്ടുണ്ട്. വാടാ മോനെ എന്ന് പറഞ്ഞ് കുറേ തവണ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതെടുക്കാൻ പോകാൻ മടി കാണിക്കുകയാണ്. എനിക്കതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ള ഒരു ബോധ്യമാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചേഞ്ച്, മാറ്റ്. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ചൂസ് ചെയ്യാനുള്ള. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. ഇപ്പം തീരുമാനിക്കുക, എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വേണ്ട അച്ചീവ്മെൻറ്റ്സ് വേണമെങ്കിൽ ഞാൻ ആക്ഷൻ ഇന്നു മുതൽ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ കൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് കഴിയുന്ന ഒരു വ്യക്തിയായി മാറും. ഞാൻ എൻ്റെ ലൈഫിൽ സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതം നമുക്കൊക്കെ ഇപ്പം കിട്ടണം. ഇന്നും മാമത്ത് 1 കോടി എന്നാൽ ഞാൻ ഓക്കെയാണ്. നാളെ മുതൽ നിങ്ങൾ ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആ 1 ജോബ് കിട്ടിയതും കൊണ്ട് അവിടെ കെട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും നിൽക്കാതെ ഫുൾ ചിലവായി പോവും. ഞാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ അലൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് അതിനെ നിങ്ങൾക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. ലോട്ടറി അടിച്ചവൻ ആരെങ്കിലും ഇതുവരെ കോടീശ്വരനായിട്ടുണ്ടോ? അത് അതുപോലെ ചിലവായി പോവും. ഓൾറെഡി നിങ്ങൾ സെറ്റായി, അലൈൻഡായി, മാനേജബിളായി എന്നുള്ള നിങ്ങളെ മൈൻഡും ശരീരവും തമ്മിലാണ് യുദ്ധം. നിങ്ങളുടെ ബോഡിയും മൈൻഡും തമ്മിലാണ് യുദ്ധം. ആ യുദ്ധത്തിൽ അവരെ തമ്മിൽ ഒരു സംസാരിച്ച് ഒരു രമ്യതയിലെത്തി അവരെ തമ്മിൽ നല്ല സ്നേഹത്തിലും പരിഗണനയിലും ലാളനയും പരസ്പരം കൈകോർക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തണം. ഇവരെ തമ്മിൽ അലൈൻ ചെയ്യണം. ഇപ്പം രണ്ട് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ യുദ്ധം കൂടുകയാണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ സക്സസ് ഉണ്ടാവുള്ളൂ. മനഃപൂർവ്വം ബോധ്യപൂർവ്വം നിങ്ങൾ ഒന്നാക്കുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം പ്രാക്ടീസസ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ മടിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നീട്ടിവെക്കുന്നത് കൊണ്ടാണ് നമ്മളെ ലൈഫിൽ ഇതൊന്നും ഹാപ്പൻ ചെയ്യാത്തത്, സംഭവിക്കാത്തത്. ഇത് ഹീലാവാതെ, ഇതൊന്നും മാറ്റം വരുത്താതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഗോളിലേക്ക് പോകുന്നില്ല, അലൈൻ ചെയ്യുന്നില്ല.
ഇവിടെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. നന്നായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ പ്രാക്ടീസസ് ബോധ്യപൂർവം മനഃപൂർവ്വം ഇരുന്ന് ചെയ്താൽ മാത്രമേ നിങ്ങളെ ലൈഫിന് സക്സസ് വരുള്ളൂ. നിങ്ങളെ ലൈഫിന് സക്സസ് വന്നാൽ മാത്രമേ നിങ്ങൾ ഹാപ്പി ആകുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ബോധ്യപൂർവം അത് മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫോർഗിവ്നെസ്സിന് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ പോകാം. ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ ലെവൽ 1 ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ഞാൻ ഫോർഗിവ്നെസ്സിൻ്റെ ഓരോ പ്രാക്ടീസസ് തരാറുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പേപ്പർ ബേണിംഗ് ടെക്നിക്ക് തന്നെ നന്നായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് നന്നായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫുൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നിങ്ങളെ ശരീരമൊക്കെ നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ തന്നെ റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റൂമിലേക്ക് പോവുക. ഒരു റൂമിലേക്ക് നിങ്ങളെ സ്റ്റെപ്പ് കയറി നിങ്ങൾ റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങളെ എന്താണ് വയറിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളെ പൊക്കിൽ കൊടീൻ്റെ ഭാഗത്ത് നിന്നും ഒരു വലിയൊരു കറുത്ത ചരട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. ആ ചരട് നിങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ആ ചരടിലൂടെ ആ ചരട് എന്തിൻ്റെ പ്രൊജക്ഷനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിട്ടുകൊടുക്കാൻ പറ്റാത്ത, പുറത്തു കൊടുക്കാൻ പറ്റാത്ത കുറേ തോട്ട്സ്, ആക്ഷൻസ്, കുറേ കാര്യങ്ങളാണ്. അതിനെല്ലാം നിങ്ങൾ ഓർത്തെടുത്ത് ആ ഇമോഷനും ഫീലിങ്ങോട് കൂടി കൊണ്ടുവരിക. എന്നിട്ട് അതെല്ലാം ഈ ചരടിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്നാക്കുക. എന്നിട്ട് ഒരു കത്രിക എടുത്തിട്ട് ആ ചരടിനെ അങ്ങ് കട്ടിച്ച് കളയുക. ആ ചരടിനെ ഈ പൊക്കിൾക്കൊടിൻ്റെ തലക്കിൽ വെച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയുക. കോഡ് കട്ടിങ് ആണ്. അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഇമോഷൻസൊക്കെ അതിൻ്റെ കൂടെ അങ്ങ് പോയി. ഒരു റബ്ബർ നിങ്ങൾ എവിടുന്നോ വലിക്കുന്നുണ്ടെങ്കിൽ ആ കണക്ട് ചെയ്ത സംഭവം അങ്ങ് വിട്ടുപോയി. പിന്നെ നിങ്ങളുടെ ശരീരം ഫ്രീ ആയി. എങ്കിലും തിരിച്ചു വരാം. ഐ ആം ഫ്രീ, ഐ ആം ഹാപ്പി, ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈ സെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തിരിച്ചു വരാം. മനസ്സിലായോ? ഈ ഒരു ആക്ടിവിറ്റിയും ചെയ്യാം. ഇല്ലെങ്കിൽ പേപ്പർ ബേണിംഗ് ടെക്നിക്കും ചെയ്യാം. മനസ്സിലായോ? അപ്പം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം. നമ്മൾ പ്രോഗ്രാം ഉണ്ട് 30 ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, അമേസിങ് ആയിട്ടുള്ള നിങ്ങൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ജീവിതത്തെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള 30 day ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ലെവൽ 1 ABC 1 ഉണ്ട്. ABC 1 അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ ABC 2ലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കാരണം ABC 2 ഫുള്ള് ഹീലിംഗ് അങ്ങാണ്. ഹീലിംഗ് ആദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അലൈൻഡ് ആവണം. അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഗ്രൂം ചെയ്യാനുണ്ട്. അത് നിങ്ങളെ ലൈഫിൽ 100% പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഈസി ആയിട്ട് കഴിയുന്ന ഒരു സംഭവമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ മെസ്സേജ് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന 5 പേരെയും നിങ്ങൾ ക്ഷണിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.